HOD പറഞ്ഞതുപോലെ നീ പിന്നീട് ജീവനുള്ള മനുഷ്യ ശരീരത്തിൽ കത്തിവെച്ചിട്ടില്ല. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ കയറിപ്പറ്റി പ്രശസ്തനായ ഫോറൻസിക് സർജനായി പേരെടുത്തു റിട്ടയർ ചെയ്തു. അടുത്തയാഴ്ച ആത്മകഥാ പ്രകാശനത്തിൽ എത്തിയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. ആക്സിഡന്റ് കഴിഞ്ഞ് മാസങ്ങളോളം ഞാൻ കോമയിൽ കിടന്നിട്ടും നിങ്ങൾ ആരും ഒന്നും എന്നെ കാണാൻ വന്നില്ല. ഈ കൃഷ്ണദാസിനെ കുറിച്ച് വെറുതെ ഒന്ന് തിരക്കിയത് പോലുമില്ല. നീ കള്ളു ഓടിച്ച് വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് അത് ഞങ്ങളും കൂടി അനുഭവിച്ചത്. പിന്നെ ഇയാളാരാ? സേവി, കുറ്റബോധമില്ലാത്ത മനുഷ്യരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അപകടകാരികൾ. നീ എത്രയൊക്കെ വളച്ചൊടിച്ചാലും എത്രയൊക്കെ കള്ളം പറഞ്ഞാലും നിയമം നിന്നെ രക്ഷിച്ചെടുത്താലും ഞങ്ങളെ കൊല്ലാതെ കൊന്ന കുറ്റത്തിൽ നിന്ന് കുളിച്ചുവിടാനാവില്ല. എടാ അലക്സേ, അന്ന് നീ തന്നെയായിരുന്നു പുണ്യാളൻ, ഇന്ന് നീ തന്നെ അല്ലേ? നിനക്കറിയാലോ, ദൈവം ചിലരെ വളർത്തും, ചിലരെ തളർത്തും. അത് ഓരോരുത്തരുടെ വിധി. ഇന്ന് ഞാൻ ജീവനോടെ നിന്റെ മുന്നിൽ ഇരിക്കുന്നെങ്കിൽ ന്യായവും ദൈവമൊക്കെ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാ. കറക്റ്റാണ് സേവി. ദൈവവും പരദീസയൊക്കെ എന്നേ കൈവിട്ടവരാണ് ഞാനും ഈ മിണ്ടാപ്രാണിയൊക്കെ. പക്ഷേ ചെകുത്താൻ ചിലപ്പോൾ നേരിട്ടിറങ്ങും ഞങ്ങളെ രക്ഷിക്കാൻ. അന്നയാളുടെ കയ്യിൽ ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് ഉണ്ടാവും. Whatever it is, be in hell with your devil. Alexander Joseph. Good luck. HOD പറഞ്ഞതുപോലെ നീ പിന്നീട്